കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ പിങ്കി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ തന്നെ അരുന്ധതിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. ഈ സമയം പവിത്ര പറഞ്ഞു, ഗൗതമേട്ടൻ ഉള്ളതുകൊണ്ട് പിങ്കി ചേച്ചിക്ക് ഒരു ജീവിതം കിട്ടി. പിങ്കി ആ സമയത്ത് അങ്ങ് ചെന്നില്ലായിരുന്നു എന്ത് ചെയ്താനെന്ന് പറയാ. പെട്ടെന്ന് നന്ദ പറഞ്ഞു, പവിത്ര അങ്ങനെയല്ല, ജീവിതം തിരിച്ചു കിട്ടിയെന്നല്ല പറയണ്ടേ, ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറ. അപ്പൊ പവിത്ര പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞതിന്റെ എന്താ കുഴപ്പമിരിക്കുന്നേ? അതെ, പിങ്കിക്ക് ജീവിതം കിട്ടണമെങ്കിൽ അത് അർജുൻ മടങ്ങി വരണം, എങ്കിൽ മാത്രമേ പിങ്കിക്ക് ജീവിതം തിരിച്ചു കിട്ടുള്ളൂ. ഗൗതമ എന്റെ ഭർത്താവാ, പിന്നെ എങ്ങനെ പിങ്കിക്ക് ജീവിതം തിരിച്ചു കിട്ടണമെന്ന് ചോദിക്കാം. മുഖത്തടിയേറ്റ പോലെയായിപ്പോയി പിങ്കിക്കും പവിത്രയൊക്കെ. ഈ സമയത്ത് അരുന്ധതി പറഞ്ഞു, നീ എന്തൊക്കെയാ എന്താ പറയണേ? ഇപ്പൊ ഒന്നാമത്തെ കാര്യം, വിഷമിച്ചിരിക്കുന്ന മനസ്സാ പിങ്കിയുടെ. ഭർത്താവില്ലെന്ന് ഓർത്തോണ്ട് എപ്പോഴും അർജുനെ കുറിച്ച് പറഞ്ഞിങ്ങനെ അവ കുറ്റപ്പെടുത്തുവാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. നന്ദ പറഞ്ഞു, അതിന് കുറ്റപ്പെടുത്തി ആരാ ചെയ്തേ? അർജുൻ വരാനായിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുവല്ലേ ചെയ്യണ്ടേ, അതിനിവിടെ ആരെയും കുറ്റപ്പെടുത്തിയോന്ന് ചോദിക്കാം. അരുന്ധതിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാല് നീ എന്നല്ല കുടുംബത്തിൽ ആരും പിങ്കിമോളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും വേദനിപ്പിക്കാൻ പാടില്ല. പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ വീടിന് പുറത്തായിരിക്കും സ്ഥാനം. പിങ്കി നിലത്തൊന്നും അല്ല നിൽക്കുന്നേ. പിന്നീട് പിങ്കി പറഞ്ഞു, എനിക്കറിയാം ഇവിടെ ആർക്കും എന്നെ അധികം ഇഷ്ടമൊന്നും ഇല്ലെന്നറിയാം, പക്ഷെ ഗൗതം എനിക്കൊരു ജീവിതം തന്നെ. ഗൗതം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നേ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ലായിരുന്നു പറയാം. അത് നന്ദയ്ക്കിട്ടുള്ളൊരു കുത്താ. നന്ദയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. നന്ദ മനസ്സിൽ പറഞ്ഞു, അർജുൻ എത്രയും പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ പിങ്കിയുടെ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ. പിന്നീട് ഗൗതം നന്ദയെ നിൽക്കുന്ന സമയത്താണ് അരുൺ വരുന്നത്. അപ്പൊ അരുൺ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അർജുനെ കാണുന്നില്ല. പെട്ടെന്ന് ഗൗതം ചോദിച്ചു, എടാ എന്തിയെ അർജുൻ എന്തിയെന്ന് ചോദിക്കുകയാണ്. ഇല്ല, അർജുനേട്ടൻ വന്നില്ല അതെന്താ അവൻ വരാത്തെ? വരുന്നില്ല എന്ന് വല്ലതും പറഞ്ഞു ചോദിക്കുക. നീ കാര്യം പറ അരുണെ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് വന്നു. പിങ്കി അവിടെ മറന്നു നിൽക്കുക. ഇവരെന്താ സംസാരിക്കുന്ന അറിയാൻ വേണ്ടിട്ട് അരുണിനോട് പറഞ്ഞു, അതെ അർജുനേട്ടൻ വരില്ല എന്ന് പറയണ. എടാ അർജുന അവന് വരാതിരിക്കാൻ എന്റെ കാരണം, നീ അവനെ കണ്ടല്ലേ, സംസാരിച്ചല്ലേ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, എല്ലാം പറഞ്ഞു. പക്ഷെ അർജുനേട്ടൻ വരില്ല എന്ന് പറയാ. എന്തോ ഒരു കാര്യമുണ്ട്, നീ എന്താണെങ്കിലും തുറന്നു പറയടാ. പിങ്കിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അർജുൻ വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ നിന്നോടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞേ. ഞാൻ പറഞ്ഞ അവൻ എതിർക്കത്തില്ല, ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറയണ. പെട്ടെന്ന് ആരും പറഞ്ഞു, അതൊന്നും വേണ്ട ഗൗതമേട്ടാന്ന് പറയാ. അതെന്താ? അർജുനേട്ടൻ വരില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞുള്ളൂ, തറവാട്ട് വീട്ടിലേക്ക് ചെല്ലും, അമ്മേനെ കാണണല്ലോ, സുമകലാപ്പച്ചനെ കാണാനായിട്ട് ചെല്ലുമെന്ന് പറയാം. ഓ അങ്ങനെ. അല്ല നിനക്കിത് ആദ്യം പറയാൻ മേലായിരുന്നു, നീ അങ്ങനെയല്ലോ ആദ്യം പറഞ്ഞേ. അർജുൻ വരത്തില്ലെന്നല്ല പറഞ്ഞേ, പിന്നെ എന്താ ഇപ്പൊ മാറ്റി പറയണേ? അതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല ക്ഷീണത്തില, ഞാൻ പോയെന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോ. പക്ഷെ നന്ദയ്ക്ക് സംശയം അടിച്ചു. പിങ്കി ഓർത്തു, എന്തായിരിക്കും അരുണ് മനസ്സിൽ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് പിങ്കിക്ക് മനസ്സിലായി. ഈ സമയം ഗൗതത്തിന് നല്ല ആശ്വാസമായിരുന്നു. അവൻ വരൂല്ലോ, ഇനിയിപ്പൊ തറവാട്ടി വീട്ടിൽ വരുമല്ലോ, അവിടെ പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഗൗതത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഈ സമയത്ത് നന്ദ ആകെപ്പാട് ടെൻഷനായിരുന്നു. പിന്നീട് അരുൺ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് അരുണിന്റെ അടുത്തേക്ക് പിങ്കി എല്ലുവാണ്. പിങ്കി എന്നിട്ട് അർജുനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഓഹോ, അപ്പൊ പിങ്കി ഇവിടെ മറിഞ്ഞെന്നെല്ലാം കേൾക്കുമായിരുന്നു അല്ലെന്ന് ചോദിക്കുവാണ്. അതെ ഞാൻ കേട്ടു. അന്നെങ്കിലേ ആ കേട്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറയാം. നീ എന്തൊക്കെയാ അർജുനെ പറയണേ? അല്ല അരുണ എന്തൊക്കെയാ നീ പറയണേ? അർജുൻ എന്റെ ഭർത്താവാ, അർജുനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം എന്നോടല്ലേ വന്ന് പറയണ്ടേ? ഓഹോ അങ്ങനെയാണല്ലേ, ഭർത്താവാണല്ലേ, ഈ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഈ ഭർത്താവ് എന്നുള്ള സ്നേഹമൊന്നും ഒരു ഭാര്യയ്ക്ക് കണ്ട് ഞാൻ ഇതിലായിട്ടും കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ അല്ല, എന്നിട്ട് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചു കഴിയുമ്പോൾ എന്നിട്ടാണോ അർജുനായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ കോള് കട്ട് ചെയ്തതെന്ന് ചോദിക്കുക. അല്ലാതെ ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റേഞ്ച് പോയി. ഓഹോ, അപ്പൊ കുറ്റം മൊത്തം എന്റെ തലയില അല്ലേന്ന് അരുൺ ചോദിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിനി കൂടുതലായിട്ടൊന്നും പിങ്കിയോട് പറയാനില്ല. അരുണേട്ടനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഗൗതമേട്ടനോട് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ പിങ്കിക്ക് ഇനി എന്തേലും അറിയണമെങ്കിൽ പിങ്കി പോയി അന്വേഷിക്കാൻ പറയുക. ഇത് കേട്ടപ്പം പിങ്കിക്ക് മനസ്സിലായി എന്തോ കാര്യം ഒളിപ്പിക്കുന്നുണ്ട്. പിങ്കി പറഞ്ഞു, എനിക്കറിയാം അരുൺ എന്തോ കാര്യം ഒളിപ്പിക്കുന്നുണ്ട്, എന്ത് കാര്യമാണല്ലോ എന്നോട് തുറന്നു പറ. പിങ്കിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അർജുനായിട്ട് പോയെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാകുന്ന പിങ്കിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിങ്കി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും. ഒരു പക്ഷേങ്കിൽ അർജുനായിട്ട് ഇനി ഇപ്പം പിങ്കിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഇത് കേട്ടോ പിങ്കിക്ക് സംശയം, അങ്ങനെ എന്തോ അറിഞ്ഞിട്ടെങ്ങാനും ആണോ? ഇത് പെട്ടെന്ന് അരുണിനൊന്ന് മനസ്സിലായി പിങ്കിക്ക് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടെന്ന്. പിങ്കി സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക്, അർജുനേട്ടൻ എന്തിനാണ് പോയെന്നുള്ള കാര്യം. കല്യാണം കഴിഞ്ഞ് ഒരു രാത്രി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവിടുന്ന് പോകണമെങ്കിൽ അത്രമാത്രം മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. അതിന് കാരണക്കാരി ആരെന്ന് പിങ്കി തന്നെ ആലോചിച്ച് നോക്കാൻ പറയണം. പെട്ടെന്ന് അരുണിനോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, നിനക്കെല്ലാം അറിയാവുന്ന അരുണേ, എന്നിട്ട് പിന്നെ നീ ഇങ്ങനത്തെ വർത്താനം പറയരുത്.
അർജുൻ എന്റെ കഴുത്തിൽ താലി ചാർത്തി എന്ന് പറഞ്ഞാലും എന്റെ മനസ്സിലെ ഗൗതമാവുള്ള അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്. പിങ്കി ഇതുവരെ ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ ഇത് തന്നെയായിരിക്കും കാരണം. അർജുനായിട്ട് ഇവിടുന്ന് പോകാൻ കാരണം ഇത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ട് കയറി പോവാണ്. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് നന്ദ അരുണിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അരുണിന്റെ അടുത്ത് എന്നോട് പറഞ്ഞു, അരുണെ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. എന്ത് മറച്ചു വെക്കാൻ? എന്തോ ഒരു കള്ളത്തരം മറച്ചു വെക്കുന്നുണ്ടല്ലോ. ഞാനിതിനാ നന്ദയുടെ കള്ളത്തരം കാണിക്കണേ? സത്യം പറ. അർജുൻ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുക. അല്ല വരുമെന്നല്ലേ ഞാൻ പറഞ്ഞേ, അത് ഗൗതമേട്ടന്റെ മുന്നിൽ വെച്ച് പറഞ്ഞേ. പക്ഷെ എന്നോട് പറ വരുമോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞില്ല, അർജുനായിട്ട് ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയാം. അതെന്താ വരത്തില്ലാത്തേ? പെട്ടെന്ന് ഒരു നിമിഷം നന്ദയൊന്ന് ഞെട്ടിപ്പോയി. വരത്തില്ലാത്തതിന് കാരണം വേണമല്ലോ. എന്ത് കാരണമെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഞാൻ എന്നോടൊന്നും ഒളിച്ചു വെക്കണ്ട, കാര്യം എന്താന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. അതെ, ഗൗതമേട്ടനും പിങ്കിയും തമ്മിലുള്ള പ്രണയങ്ങളൊക്കെ അർജുനായിട്ട് അറിഞ്ഞായിരുന്നു പറയാ. അറിഞ്ഞായിരുന്നു എങ്ങനെ? അല്ല അറിഞ്ഞ് കാണുമായിരിക്കും എന്ന് പറയാ. എന്താ ഇങ്ങനെയൊക്കെ അരുണ നീ പറയണേ? അവിടെ ഇവിടെ തൊടാതെ കാര്യം എന്താണോ എന്നോട് തുറന്നു പറ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഗൗതമേട്ടനോ അല്ലെങ്കിൽ അല്ലോ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലെന്ന് പറയാം. കാരണം എന്താ? പോയാലും വെറുതെ ഗൗതമേട്ടൻ നാണം കേട്ട് തിരിച്ചു വരത്തുള്ളൂ. പഴയ അർജുനേട്ടനല്ല. അവര് തമ്മില് രണ്ട് ശരീരം ഒരു മനസ്സായിട്ട് കഴിഞ്ഞവരാ. അത് നന്ദയ്ക്ക് അറിയില്ല, പക്ഷെ എനിക്കത് നന്നായിട്ടറിയാം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഗൗതമേട്ടൻ എന്തോ വലിയ ചതി ചെയ്തെന്ന് പറഞ്ഞാ അർജുനായിട്ട് ഇരിക്കുന്നു പറയാം. ഗൗതമേട്ടൻ ചതിക്കാനോ? അങ്ങനെ ഗൗതമേട്ടൻ ഒരു ചതിയും ചെയ്തിട്ടില്ലോ. അത് നമുക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷെ അതല്ല, അർജുനേട്ടന്റെ മനസ്സിൽ അങ്ങനെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതെല്ലാം തിരുത്താൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും വായുന്നില്ല. ഒരു പക്ഷെ ഈ സമയത്ത് ഗൗതമേട്ടൻ അങ്ങോട്ട് അർജുനേട്ടനെ കൂട്ടിക്കൊണ്ട് വരാൻ ചെന്നിട്ടുണ്ടെങ്കിൽ വല്ല ദുഃഖമായിരിക്കും. കാരണം അർജുനേട്ടന്റെ ഇപ്പോഴത്തെ ഈ മാറ്റം കണ്ട് ഗൗതമേട്ടന് പോലും ഒരിക്കലും സഹിച്ചെന്ന് വരത്തില്ല. കാരണം ഗൗതമേട്ടൻ ഈ പുറമേ കാണിക്കുന്നതൊക്കെ ഉള്ളൂ. ആള് ശുദ്ധനാ. കാരണം തൊട്ടാവാടിയാ. പെട്ടെന്ന് ചെറിയൊരു കാര്യം മതി സങ്കടം വരാനായിട്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗൗതമേട്ടൻ അങ്ങോട്ട് ഒരു കാരണവശാലും പോകണ്ട. സുമംഗലാപ്പച്ചിയുടെ അടുത്തേക്ക് അർജുനേട്ടൻ വരൂ എന്നുള്ള കാര്യം. വരില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദ പറഞ്ഞ, അല്ല ഗൗതമേട്ടനല്ലേ പോകാൻ പാടില്ലാത്തുള്ളൂ, ഞാൻ പോയാലെന്ന് ചോദിക്കുകയാണ്. നന്ദ പാന? അതെ, എനിക്ക് ആ അഡ്രസ്സ് ഒന്ന് തന്നാൽ മാത്രം മതി. നന്ദ നീ എന്ത് റിസ്ക്കായി എടുക്കണേ? ഇത് എത്ര ദൂരം ഉണ്ടെന്നറിയാവോ? അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. നിന്നെ കണ്ടാൽ പോലും അർജുൻ അറിയത്തില്ല. ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലോ. എനിക്ക് ആ അഡ്രസ്സ് തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല ഇവിടെ എന്ത് പറഞ്ഞിട്ട് പോകും? എന്തേലും കാരണം പറഞ്ഞിട്ട് വേണ്ടേ പോകാനായിട്ട്? പിന്നീട് നന്ദ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു സ്റ്റഡി ടൂർ ഉണ്ടെന്ന് പറഞ്ഞോളാം, പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ അഡ്രസ്സൊക്കെ അരുൺ കൊടുക്കുകയാണ്. പിന്നീട് നന്ദ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഗൗതം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൗതമിന്റെ ഉള്ളില് അർജുനും താനും കൂടെ ഉള്ള കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ ആയിരുന്നു. എന്ത് കൂട്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ. രണ്ട് മനസ്സും രണ്ട് ശരീരം ഒരു മനസ്സെന്ന് ഇവിടെ എല്ലാവരും എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ അർജുനെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഗൗതമത്തിന്റെ കണ്ണ് നിറഞ്ഞു പോവാ. ഈ സമയത്താണ് അങ്ങോട്ട് നന്ദ വരുന്നത്. നന്ദ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി ഗൗതമേട്ട? എന്താ കണ്ണ് നിറഞ്ഞിരിക്കണേന്ന് ചോദിക്കും. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ട്. അല്ല ഞാൻ അർജുനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയും. ഓ അതാണ് ആ കാര്യം. ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. സുമംഗലാപ്പച്ചിയുടെ അടുത്തേക്ക് അവൻ വരുമല്ലോ. അവൻ അവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറയണം. ഈ സമയത്ത് നന്ദയ്ക്കൊരു ആശ്വാസമായി, സമാധാനം. ഇനിയിപ്പോ അല്ലെങ്കിൽ അർജുനൻ അന്വേഷിച്ച് പോകുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. പിന്നീട് നന്ദ പറഞ്ഞു, അതൊക്കെ പോട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എനിക്കൊരു സ്റ്റഡി ടൂർ ഉണ്ട് നാളെ എന്ന് പറയാം. നാളെ സ്റ്റഡി ടൂറോ? എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും നേരത്തെ പറഞ്ഞല്ലോ. അല്ല ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പക്ഷെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ കാരണം ഞാൻ ഗൗതമേട്ടനോട് പറയാൻ വൈകിയതാന്ന് പറയണം. നാളെ രാവിലെ തന്നെ പോണെന്ന് പറയാം. ആഹാ അത് കൊള്ളാലോ, ഒരു കണക്കിന് നന്നായി. ഈ സമയത്ത് ഇവിടെ നിന്ന് മാറി ഒരു സ്റ്റഡി ടൂർ എന്നൊക്കെ പറയുമ്പോൾ. അല്ല രാവിലെ പോയിട്ട് എപ്പോഴാ വരുന്നേ? രാവിലെ പോയിട്ട് വൈകുന്നേരം വരാൻ പറ്റില്ല. 2-3 ദിവസത്തെ ട്രിപ്പാണെന്ന് പറയാം. 2-3 ദിവസത്തെ ട്രിപ്പാ? അതെ, കുറെ കാര്യങ്ങളുണ്ട്. നന്ദയുടെ മുഖം വല്ലാതിരിക്കുന്നതാണ്. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റി? എന്താ കാര്യം? എന്താ നിന്റെ മുഖം എന്തോ വല്ലാതിരിക്കുന്നുണ്ടല്ലോ? ഒന്നുമില്ല. എന്നാ ശരി, നീ റെഡി ആയിക്കോ, നാളെ പോകാന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നന്ദ ബായൊക്കെ എടുത്ത് പോകാനായിട്ട് റെഡിയായി വന്നു കഴിയുമ്പോ ഗൗതമിനോട് പറഞ്ഞു, അതെ എന്നെ ഒന്ന് അനുഗ്രഹിച്ചെന്ന് പറയണേ. അനുഗ്രഹിക്കാനാ? ആഹാ കൊള്ളാല, ഇതിനു മുമ്പ് നീ സ്റ്റഡി ടൂർ ഒക്കെ പോയിട്ടുണ്ടല്ലോ, അന്നൊന്നും ഇങ്ങനെ ഇല്ലാത്ത ടെൻഷൻ. പിന്നെ എന്താ ഇപ്പൊ പ്രത്യേകിച്ചൊരു ടെൻഷൻ? അല്ല പിന്നെ 3-4 ദിവസം എന്നെ കാണാതിരിക്കുവാണല്ലോ അതുകൊണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇന്റേണൽ മാർക്ക് കൂടുതൽ കിട്ടുന്ന എന്തേലും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര ടെൻഷൻ. മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ പറ്റത്തില്ലോ. ശരിയാ, ഗൗതമേട്ടൻ പറയും ശരിയാന്ന് പറയണം. അങ്ങനെയല്ല നന്ദയ്ക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ലോ. അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് നന്ദ പോവാണ്. നന്ദ പോയി കഴിഞ്ഞപ്പോഴത്തേനും മോഹിനി ലക്ഷ്മിയും പിങ്കി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നേ. അപ്പം ഗൗതം വിളിച്ചു, അല്ല നന്ദ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുകയാണ്. നന്ദയ്ക്കൊന്നൊരു സ്റ്റഡി ടൂർ ഉണ്ടായിരുന്നു ചെറിയമ്മേ. സ്റ്റഡി ടൂറോ? എന്നിട്ട് ഇവിടെ ആരോടും ഒന്നും പറഞ്ഞില്ല? അല്ല അത് പെട്ടെന്നായിരുന്നു. അവള് പോലും ഇന്നലെ വൈകുന്നേരം എന്നോട് പറയുന്നേ. അതാ രാവിലെ തന്നെ അവള് പോയെന്ന് പറയാം. ഈ സമയം
പിങ്കി പറഞ്ഞു, അല്ലെങ്കിലും നന്ദ എപ്പോഴും തന്നിഷ്ടമല്ല കാണിച്ചോണ്ടിരിക്കുന്നത്. അവൾ എന്തേലും കാര്യം ആരുടെങ്കിലും എന്തേലും തുറന്നു പറയാറുണ്ടോ എന്ന് ചോദിക്കുക. മോഹിനി ശരിയാ, ഭർത്താവായ ഗൗതമിനോട് പോലും പറഞ്ഞിട്ടില്ല, പിന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇത് കേട്ടപ്പോ ഗൗതത്തിന് ദേഷ്യം വന്നു. ഗൗതം പറഞ്ഞു, നിങ്ങൾ എന്താ പറയണേ? നിങ്ങൾ നന്ദേനെ ഒന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ നന്ദയുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. നിങ്ങൾക്ക് അതിനുള്ള മനസ്സില്ല. പിന്നെ എന്തിനാ നിങ്ങളോട് നന്ദ പറയുന്ന ഞാൻ സ്റ്റഡി ടൂർ പോകാന്നുള്ള കാര്യമൊക്കെ? നിങ്ങൾ അവരുമായിട്ടൊന്ന് സംസാരിച്ചല്ലേ അവൾക്കിതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക. പിങ്കിയുടെ മോഹിനെ തല എങ്ങോട്ട് താണു. ഈ സമയത്ത് ലക്ഷ്മിയും പറഞ്ഞു, എന്നാലും മോനെ അവള് പെട്ടെന്ന് ഇങ്ങനെ പോയത്. അമ്മേ സ്റ്റഡി ടൂർ ഒക്കെ അല്ലേ? പെട്ടെന്ന് ലക്ഷ്മിയമ്മ ശരിയാ, MBBS പഠിക്കുന്ന കുട്ടിയല്ലേ, അവൾക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നമുക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിയാവുന്ന ചോദിക്കാം. പിങ്കി പറഞ്ഞു, പിന്നെ MBBS പഠിക്കുന്ന കുട്ടി അവളെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടിയല്ലേ എന്ന് വെച്ചാൽ അവളിതൊന്നുമല്ല, അവള് മനഃപൂർവ്വമായത്, അവളുടെ തന്ത്രം ഇതൊക്കെ. എല്ലാത്തിനും കൂട്ട നിൽക്കുന്ന ഗൗതം വന്നു പറയണ. ഇത് കേട്ടപ്പോൾ ഗൗതത്തിന് ദേഷ്യം വന്നു. പിങ്കി വെറുതെ ഒരുമാതിരി അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാ. പെട്ടെന്ന് പറഞ്ഞ് കണ്ടില്ലേ ഗൗതത്തിന് ദേഷ്യം കണ്ടില്ലേ? കള്ളത്തരം, ഭാര്യയുടെ കള്ളത്തരം പിടിച്ചു കഴിഞ്ഞപ്പം രണ്ടുപേരും കൂടി ഒത്തോണ്ടാന്നേ. മോഹിനി പറഞ്ഞു, അതാ ശരിയാ, നമ്മുടെ മുന്നിൽ അവർ തമ്മിൽ ഭയങ്കര ദേഷ്യം കാണിക്കും, പക്ഷെ അകത്തൊന്നുമല്ല, അവർ രണ്ടും തമ്മിൽ ഭയങ്കര പ്രണയമാണെന്ന് പറയാണ്. ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിങ്കിക്ക്. പിങ്കി ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് നന്ദ നേരെ അർജുനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുക. അങ്ങനെ ജയിലിൽ ചെന്ന് അർജുൻ ഇറങ്ങി വന്നു. അർജുൻ പറഞ്ഞു, നിങ്ങളാണോ എനിക്ക് വിഷ്ടമുണ്ടോ നീ പറഞ്ഞെന്ന് ചോദിക്കണം. അത് ഞാൻ തന്നെയാ, എൻ്റെ പേര് അളകൻ നന്ദ. ഓ നന്ദ, ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറയാം. അല്ല എന്നെ കാണാൻ വന്നേ? എനിക്ക് അർജുനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നാന്ന് പറയാം. അല്ല എന്തേലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ വരാനിട്ടെന്ന് ചോദിക്കാം. അല്ല അർജുനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, അത് നടക്കാത്ത കാര്യമാ നന്ദേടത്തി, നടക്കാത്ത കാര്യമോ? ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരാൻ പോകുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് നന്ദി ചോദിച്ചു, അതിനെന്താ, എന്താ കാരണം? ഒരിക്കലും അങ്ങോട്ട് വരാതിരിക്കണമെങ്കിൽ അതിന് കാരണം കാണത്തില്ലെന്ന് ചോദിക്കുക. കാരണമോ? നന്ദേടത്തിന് എന്താ ഗൗതമേട്ടൻ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഗൗതമേട്ടൻ ചതിയാ ചെയ്തെന്ന് പറയാ. ചതിക്കോ? അതെ, എന്നെ നന്ദേടത്തിനെയൊക്കെ ശരിക്കും ചതിയാ ചെയ്തേ. ഒരുപക്ഷെ ആ ചതി അറിഞ്ഞിട്ടായിരിക്കും എന്നെ കാണാനായിട്ട് നന്ദേടത്തി ഇങ്ങോട്ട് വന്നതല്ലേ, നന്ദേടത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം. പെട്ടെന്ന് നന്ദ പറഞ്ഞേ, അങ്ങനെയൊന്നും അല്ല അർജുൻ എന്ന് പറയണ. നന്ദേടത്തി ഞാൻ മനസ്സിലാക്കിയേക്കുന്ന പോലെ നന്ദേടത്തി ആരെയും മനസ്സിലാക്കിയിട്ടില്ല, അറിയാവോ? കല്യാണത്തിന്റെ വ്യത്യാസം ഞാൻ ആ ചതി അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എത്രമാത്രം വേദനിച്ചെന്നുള്ള കാര്യം കല്യാണത്തിന് അന്നാണ്. ഈ പറഞ്ഞ പിങ്കി ഉണ്ടല്ലോ, അവൾക്ക് എന്നോട് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളൂ, പക്ഷെ ഗൗതമേട്ടനുമായിട്ട് മണിക്കൂറുകളോളം അവള് ചാറ്റ് ചെയ്തോണ്ടിരുന്നത്, അതും കല്യാണത്തിന്റെ അത് കേൾക്കാനിടയ ഒരു ഭർത്താവിന്റെ അവസ്ഥ എന്താണെന്നറിയാവോ? അതാ ഞാൻ പറഞ്ഞേ, ഗൗതമേട്ടനോട് വലിയ ചതി തന്നെയാണ് ചെയ്തതെന്ന്. അതുപോലെ തന്നെയായിരിക്കും നന്ദേടത്തിയോട് ചതി ചെയ്തതല്ലേ. ഇപ്പോഴായിരിക്കും നന്ദേടത്തി ഒരു പക്ഷെ അറിയുന്നേ ഗൗതമേട്ടന്റെ മനസ്സിൽ അവളാന്നുള്ള കാര്യം. പെട്ടെന്ന് നന്ദ പറഞ്ഞു, എന്തേ അർജുൻ ഒരു കാര്യം വിചാരിക്കണം, ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞോട്ടാ ഗൗതമേട്ടൻ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്തുകൊണ്ടാണെന്നറിയാവോ? എനിക്കൊരു ഗാർഡിയനെ ആവശ്യമുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് ഗൗതം സാറിന് പാലിക്കണമായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നേ. പക്ഷെ അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഗൗതം സാർ വിവാഹം പോലും കഴിക്കില്ലായിരുന്നു. പക്ഷെ എനിക്കറിയാം, എനിക്ക് ഗൗതമേട്ടൻ്റെ മനസ്സെനിക്ക് അറിയാമെന്ന് പറയാണ്. ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ നന്ദയടുത്ത്, ഇങ്ങനെയൊന്നുമല്ല, ശരിക്കും ചതിയാന്ന്. ചതിയൊന്നും അല്ല അർജുനെ, അർജുൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ ഞങ്ങൾ അന്യരെ പോലെ ആയിരുന്നെങ്കിലും പിന്നീട് ഞങ്ങൾ ഒന്നായി. ഇപ്പൊ എന്റെ മനസ്സ് നിറയെ ഗൗതമ, അതുപോലെ തന്നെ ഗൗതം സാറിന്റെ മനസ്സ് നിറയെ ഞാനുമാ. അല്ലാതെ ഗൗതം സാറിന്റെ മനസ്സിൽ പിങ്കിയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും കൂടെ പിങ്കി എന്നുള്ള ആ സ്വപ്നം പോലും ഗൗതമേട്ടന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയെന്ന് പറയാം. ഇത് കേട്ടോ അർജുന് വിശ്വസിക്കാൻ തയ്യാറായില്ല. അർജുൻ പറഞ്ഞു, ഇത് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല, കാരണം ഇത്രയും വലിയ ചതി എന്നോട് എന്താ ചെയ്തേ? അങ്ങനെ അവളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു പ്രണയം ഉണ്ടെന്നൊക്കെ തുറന്നു പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഗൗതമേട്ടൻ എന്നോട് ആ പ്രണയിനി പിങ്കിയാന്നുള്ള സത്യം മറച്ചു വെച്ചേ? അപ്പൊ എന്നോട് വലിയ ചതിയല്ലേ ചെയ്തേന്ന് ചോദിക്കുക. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും വരാൻ പറ്റില്ലെന്ന് പറയണം അങ്ങോട്ട്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, അങ്ങനെ പറയരുത്, എന്താണെങ്കിലും വന്നേ മതിയാവുള്ളൂ എന്ന് പറയാം. എനിക്ക് മനസ്സിലായി വന്നേ മതിയാവുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന്, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയില്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല, നന്ദ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. അപ്പൊ ഞാൻ ഗോമതിയുടെയും ബാലിന്റെയും വിശേഷങ്ങളെല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ അതും കൂടെ കയറി കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.